Hello all. We are here back with the UPSC Essential Series. നമ്മൾ യു പി എസ് സിയുടെ ഡിഫറെൻറ്റ് ഫാസറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയെ പറ്റിയിട്ടും ഹിസ്റ്ററിയുടെ ഓപ്ഷണലിനെ പറ്റിയിട്ടാണ് പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓഫൻ സെഡ് ദാറ്റ് മനുഷ്യന്റെ ചരിത്രം പഠിക്കുന്നവനാണ് സത്യത്തിൽ എന്ത് ചെയ്യുക, മനുഷ്യന്റെ ചരിത്രം പഠിക്കാനായിട്ട് നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ്. യെറ്റ് ജസൻ സർ, നമ്മൾ ഹിസ്റ്ററി ഓപ്ഷൻ കേൾക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒരുപാട് സാധനം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ കേൾക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ലെങ്തി ആയിട്ടൊരു സിലബസ് ആണ്. എത്രത്തോളം ശരിയാണ് ഈ പറയുന്നത്? ജസ്റ്റിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത് GS പഠിക്കാനുള്ളതേ ഉള്ളൂ. അതിനെ കുറച്ചും കൂടി ഒരു ഓപ്ഷണൽ പെർസ്പെക്റ്റീവിൽ പഠിക്കണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് ആൾക്കാർ ലെങ്തി എന്ന് പറയുന്നത്. ആൻഷ്യൻ ഇന്ത്യ പഠിക്കണം, മിഡീവൽ ഇന്ത്യ പഠിക്കണം, മോഡേൺ ഇന്ത്യ പഠിക്കണം, വേൾഡ് ഹിസ്റ്ററി പഠിക്കണം. ഇത് പ്രിലിംസിനും മെയിൻസിനും വേണ്ടി പഠിച്ചേ പറ്റുള്ളൂ. ഇനി ഈ ലെങ്തി പ്രോസസ്സ് എന്ന് പറയുന്നത് ചിലപ്പം നമ്മുടെ അപ്രോച്ച് ശരിയാവാത്തത് കൊണ്ടോ നമ്മുടെ ഗൈഡൻസ് ശരിയാവാത്തത് കൊണ്ടോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, ഏതൊക്കെയോ സോഴ്സസിനെ റിലൈ ചെയ്യുന്നു, എങ്ങനെയൊക്കെയോ നമ്മൾ ഇതിനെ ലൈക്ക് എന്താ പറയുക മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഒരു പ്രോസസ്സ് തെറ്റായ ഒരു പ്രോസസ്സ് ആയിരിക്കാം, അപ്രോച്ച് ആയിരിക്കാം ഇതിനെ ലെങ്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുക, ഈ ഒരു എക്സാം നമുക്ക് 2 വർഷത്തെ സമയം തരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം മെയ്യിൽ പ്രിലിംസ് നടക്കുന്നു, ഓഗസ്റ്റിൽ മെയിൻസ് നടക്കുന്നു, അടുത്ത വർഷത്തിന്റെ എൻഡ് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെ ആയിട്ട് ഇതിന് ഇന്റർവ്യൂ നടക്കുന്നു. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പൊ ഇത് പഠിച്ചു തീർക്കാനായിട്ട് മിനിമം നമുക്കൊരു 6 മാസം കിട്ടും. ഏത് ഓപ്ഷനിലും പഠിച്ചു തീർക്കാൻ ഒരു 6 മാസം കിട്ടും. 6 മാസം കൊണ്ട് കൂളായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഹിസ്റ്ററി. ഇനി വേറൊരു റിയാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ചില ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ സിലബസ് തന്നിരിക്കുന്നത് ഭയങ്കര ഷോർട്ടായിട്ടാണ്. അതിന്റെ തീംസ് അല്ലെങ്കിൽ മോഡ്യൂൾസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2-3 ലൈൻസിലാണ് ടോപ്പിക്സ് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് എടുത്ത കുട്ടികൾക്കറിയാം, പ്രത്യേകിച്ച് സയൻസ് ഓപ്ഷണൽസ് ഒക്കെ അതിങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പോവാണ്. അതിന് ഒരുപാട് ഡെപ്തിലേക്ക് എല്ലാ ഓപ്ഷനിലും ഇൻ ഡെപ്ത് അനാലിസിസ് ആണ്. പക്ഷേ തുടങ്ങിയ കാലഘട്ടത്തിൽ ചുരുങ്ങിയ ഓപ്ഷൻസിന്റെ ഒന്ന് പ്രൊമിനന്റ് ഹിസ്റ്ററി ആയതുകൊണ്ട് അന്ന് ഇതിന്റെ സിലബസ് സെറ്റ് ചെയ്തപ്പോൾ ഈച്ച് ആൻഡ് എവരി സബ് ടോപ്പിക് വെച്ചിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഭീകരമായിട്ട് തോന്നുന്നു. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിനെ കണക്ട് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡൺ. കുറച്ചും കൂടി അനാലിറ്റിക്കൽ ആയിട്ട് ഒരു ഈവന്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരുപാട് ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളതല്ല, റെക്കറന്റ് ആയിട്ടുള്ള കഴിഞ്ഞൊരു 15 വർഷം സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന തീംസ് നല്ല രീതിയിൽ ഒന്ന് മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുക്സ് വായിച്ചിട്ടൊന്നും ഹിസ്റ്ററി മാസ്റ്റർ ചെയ്യാനാവില്ല. ഇഷ്ടംപോലെ ബുക്സ് അവൈലബിൾ ആണ്, ഞാനും ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ബുക്സ് വായിച്ച് മാസ്റ്റർ ചെയ്യുന്ന ഒരു സാധനമല്ല ഹിസ്റ്ററി. ഐ എം ടെല്ലിങ് യു ദാറ്റ് ഒരു 15 വർഷത്തെ PYQ നല്ല രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്യാം. വി വിൽ ഗെറ്റ് എൻ ഐഡിയ. ഓക്കെ, ആൻഷ്യൻ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി, സ്ഥിരം ചോദിക്കുന്ന തീംസ് ഇതാണ്. ഈ തീംസ് നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്തോളൂ, നന്നായിട്ടൊന്ന് നിങ്ങൾ നല്ലോണം വർക്ക്ഔട്ട് ചെയ്തോളൂ. ഡെഫിനറ്റ്ലി ഈ പറയുന്ന 280 + 300 അല്ലെങ്കിൽ 280 to 300 അല്ലെങ്കിൽ 300+ പോസിബിൾ ആണ്. അങ്ങനെ പ്രൂവ് ചെയ്ത ഒരുപാട് ടോപ്പേഴ്സ് നമുക്ക് മുമ്പേ നമ്മൾ റിസൾട്ട് 21 ശ്രുതി തൊട്ട് ഇങ്ങോട്ടേക്ക് ഒരുപാട് പേര് ഓൾ ഇന്ത്യ ടോപ്പറാണ്. ഒരുപാട് പേര് രാഹുൽ, ഈശ്വർ, there are something I forgot his exact name, scored something 320+ something in history optional. അപ്പൊ അതുകൊണ്ട് ടു ലെങ്തി എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. Yeah, provided your approach is right, your guidance is right, or maybe the source reference stuff is right, then this is just like other optional only. I understand, sir. അപ്പോൾ സത്യത്തിൽ സിലബസ് ലെങ്ത് കൂടുതലല്ല, നന്നായി എലാബറേറ്റ് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. Exactly. നന്നായി എലാബറേറ്റ് ചെയ്തേക്കണം. ബാക്കിയുള്ള ഓപ്ഷനുകൾ ചിലപ്പോൾ ചുരുക്കിയിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. Exactly. ഇത് അവർ കുറെ എലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. One another thing I've noted is people say it's boring. It's boring. Again, but ചരിത്രം ഒരിക്കലും എന്തായിരിക്കരുത്, ബോറിംഗ് അല്ല. നമുക്ക് നമ്മളെ അറിയണമെങ്കിൽ നമ്മൾ ശരിക്കും പിന്നോട്ട് നോക്കാല്ലാതെ വേറെ വഴിയില്ല. എന്തുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ UPSCക്കുള്ള വേറെ ലോകത്ത് ആരും പറയില്ല ചരിത്രം ബോറിംഗ് ആണ്. UPSC ആസ്പിറൻസിന്റെ ഇടയ്ക്ക് ചരിത്രം ഒരു ബോറിംഗ് ഓപ്ഷണൽ ആണ് എന്നുള്ളൊരു മിത്ത് വളരാൻ മാത്രം. അത് ഞാൻ പറയുന്ന ഒരു റിയാലിറ്റി. ഞാൻ നോക്കട്ടെ, ഞാൻ ഈ എന്താ പറയാ സ്ഥിരമായിട്ട് ഒരുപാട് വെബ് സീരീസ് കാണുന്ന ആളാണ്, കണ്ടിട്ടുള്ള ആളാണ്. കണ്ട വെബ് സീരീസ് ഒക്കെ ചരിത്രവുമായിട്ട് കണക്റ്റഡ് ആണ്. മേ ബി it's related to revolutions, counter revolutions, romanticism, socialism, or it is world wars, after effect of world wars, or it is fall of empire, rise of empire. എല്ലാം ചരിത്രപരമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരുപാട് എപ്പിക് വെബ് സീരീസ് നമ്മൾ കാണാറുണ്ട്. അവിടെ നമ്മൾ ത്രില്ലടിച്ച് എന്താ പറയുക ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ്. അത് നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, നമ്മൾ ഇതിലെല്ലാം
വെളുപ്പിനെ 3 മണി വരെ 4 മണി വരെ ഇഷ്ടം പോലെ ഈ എപ്പിക് സീരീസ് ഹിസ്റ്റോറിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ആസ്വദിച്ച് കാണുന്നു. മൂവീസ് നമ്മൾ ഇഷ്ടംപോലെ ആസ്വദിച്ച് കാണുന്നു. നമ്മൾ ഈ സെയിം സാധനത്തെ UPSCന്റെ സിലബസിലേക്ക് എടുത്തിടുമ്പോൾ അതിനെ ബോറിംഗ് എന്ന് പറയുന്നത്. സോ ദ തിങ് ഈസ്, ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ് ഇവിടെയും പറയുന്നത്, നമ്മുടെ ഒരു സ്കൂളിംഗ് കാലഘട്ടത്തിലെ ഹിസ്റ്ററിനെ പഠിപ്പിച്ചു വിട്ട രീതി തെറ്റായിട്ടുള്ള രീതിയാണ്. അതിന്റെ പ്രശ്നമാണ്. മേ ബി ഞാനൊക്കെ ആണെങ്കിലും നമ്മളെയൊക്കെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് കുറെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഓക്കെ, ഷാജഹാൻ ലഞ്ച് കഴിച്ച സമയം എപ്പോഴാണ്, അല്ലെങ്കിൽ നൂർജഹാനിലേക്ക് ടാറ്റ കൊടുത്ത ഡേറ്റ് എന്നാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്ബർ ലൈക്ക് യുദ്ധം ചെയ്തപ്പോൾ ഇപ്പുറ സൈഡില് ആരാണ് ഈ പറയുന്നത് പോലെ എന്താ പറയാ, കുതിരേനെ പിടിച്ചു കെട്ടിയത്. നമ്മൾ ഈ ഡേറ്റും അല്ലെങ്കിൽ ഫാക്റ്റും ഫോക്കസ് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇത് ബോറിംഗ് ആവുന്നത്. അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ബോറിംഗ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നമ്മളൊരു ടൂറിസ്റ്റ് ആണ്, നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുന്നു, നമ്മൾ എല്ലാം ഭയങ്കര ഫാസിനേഷൻ എലമെന്റ്സ് ആയിരിക്കും അവിടെ ഉള്ളത്. പക്ഷെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മൾ കണ്ട കാട്ടിക്കോടെയും അല്ലെങ്കിൽ മലകളിലും മരുഭൂമിയിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നു. എ ടൂറിസ്റ്റ് വിത്തൗട്ട് എ ഗൂഗിൾ മാപ്പ്, ഒരു ധാരണയില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഐലിയിലേക്ക് നടക്കുന്നു. then it will become that journey will become boring. അപ്പോൾ കൃത്യമായിട്ട് ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ, ഗൈഡൻസ് ഉണ്ടെങ്കിൽ, വേണ്ട രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ബോറിംഗ് അല്ല. ഇൻഫാക്ട് ഏറ്റവും നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന, ജീവിക്കാൻ പറ്റുന്ന, ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്മരിക സിനിമാറ്റിക് എഫക്റ്റ് ആണ് ഈ ഒരു ഓപ്ഷണൽ എന്ന് പറയുന്നത്. അതൊരു സത്യമായ കാര്യമാണ് സാർ. റിയാലിറ്റി ഉള്ള ഏക ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ആയിരിക്കും. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് അബ്സ്ട്രാക്ട് സയൻസ് ആയിരിക്കും. പൊളിറ്റിക്കൽ സയൻസ് എടുത്താലും ഫിലോസഫി എടുത്താലും എല്ലാം അബ്സ്ട്രാക്ട് ആണ്. സയന്റിഫിക് ആയിട്ട് ബോട്ടണി എടുത്താൽ ഏതെടുത്താലും അബ്സ്ട്രാക്ട് ആണ്. നടന്ന സംഭവം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിങ്ക് ചരിത്രാതീയമായിട്ട് നോക്കി ചരിത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. സാർ, ഡാറ്റ ഫിഗേഴ്സിനെ പറ്റിയിട്ട് ഒരു മെൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം ഹിസ്റ്ററി ഓപ്ഷനിൽ ഡാറ്റയും ഫിഗേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആവുന്നുണ്ട്? റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്: വൈ ഫാക്ടർ ഈസ് ദർ, ഹൗ ഫാക്ടർ ഈസ് ദർ, വാട്ട് ഫാക്ടർ ഈസ് ദർ, ഹൗ മെനി, ഹൗ മച്ച് നെവർ ആസ്ക്ഡ്, വെൻ ഈസ് നെവർ ആസ്ക്ഡ്. ഒരു പർട്ടിക്കുലർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അശോകൻ സാമ്രാജ്യം തുടങ്ങിയ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്നോ ആ വർഷം ഏതാണെന്നോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഷാജഹാൻ താജ്മഹൽ പണി കഴിപ്പിച്ചത് ഹണിമൂണിന് മുമ്പാണോ, ഇങ്ങനെയൊന്നും ഒരിക്കലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ദേ വിൽ ഡെഫിനറ്റ്ലി ആസ്ക് ദ ക്വസ്റ്റ്യൻ, ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണെങ്കിൽ കോസസ് ബിഹൈൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അല്ലെങ്കിൽ ദേ കൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൗ ഇറ്റ് ട്രാൻസിറ്റഡ്, ഹൗ ഇറ്റ് ട്രാൻസ്ഫോംഡ് ദ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ സ്പെക്ട്രം. അപ്പം ഒബ്വിയസ്ലി നമ്മൾ സംഭവങ്ങളെ കുറിച്ച് അറിയണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം, കാരണങ്ങൾ അറിയണം, അതിന്റെ കോൺസിക്വൻസസ്, അതിന്റെ ഫലങ്ങൾ അറിയണം, റിസൾട്ട്സ് അറിയണം, അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് അറിയണം, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഇവോൾവ് ദ സൊസൈറ്റി, എക്കണോമി, കൾച്ചർ, റിലീജിയൻ, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ, ഇന്റർനാഷണൽ ഡിപ്ലോമസി. അപ്പൊ ഇതിന്റെ ചേഞ്ച്, ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി. ഈ വസ്തുവകകളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് പ്രസന്റിനെ സ്വാധീനിച്ചത്, പാസ്റ്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പൊ നമുക്കൊരു കണക്ഷൻ ഉണ്ട്. പാസ്റ്റിനെ എടുത്ത് പ്രസന്റിൽ നമ്മളെന്ന് വെച്ചാൽ ഡീകോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അന്നത്തെ കാര്യങ്ങളിലേക്ക് കണക്റ്റഡ് ആവണം. ഓഫ് കോഴ്സ് നമ്മൾ അറിയേണ്ടത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ്. ഓക്കെ, ഇത് എന്തെല്ലാം കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നു, അതിലൂടെ എന്തെല്ലാം ചേഞ്ചസ് സംഭവിച്ചു. അപ്പൊ ശരിക്കും നമ്മൾ എന്താ പറയാ, കുറച്ച് ആഴത്തിൽ അതിനെ വിശകലനം ചെയ്യാനുള്ള ഒരു ക്ഷമയുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് എ സ്റ്റോറി ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും UPSC ഇതുവരെ ചോദിച്ചിട്ടില്ല. യെസ്, ഇറ്റ്സ് അനാലിറ്റിക്കൽ. നമ്മൾ മറ്റുള്ള സബ്ജക്ട്സ് പഠിക്കുന്നത് പോലെ തന്നെ ഇതിനെ നമുക്ക് പഠിച്ചാൽ മതി. സോ വാട്ട് അബൌട്ട് ദി ഡിബേറ്റ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്? അതായത് ഒരുപാട് ഓപ്ഷണൽസ് സ്റ്റാറ്റിക് ആണെന്ന് പറയാറുണ്ട്, എന്നാൽ അതിൽ ഡൈനാമിക് ആയിട്ടുള്ള ഇതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പബാഡിന്റെ ഓപ്ഷണലിന്റെ സാറിനോട് ചോദിക്കുമ്പോഴും സാറ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഡൈനാമിക്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. സോ വിത്ത് റിഗാർഡ് ടു ഹിസ്റ്ററി, what is the debate between a static and dynamic? ഞാൻ പറയുന്നത് ആക്ച്വലി ഹിസ്റ്ററിനെ എപ്പോഴും നമ്മൾ ഒരു പാസ്റ്റിന്റെ സ്റ്റോറി ആണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് പ്രശ്നം. നമുക്ക് എപ്പോഴും ഇഷ്ടം എന്ന് വെച്ചാൽ കറണ്ടിൽ ജീവിക്കാനാണ്, പ്രസന്റിൽ ജീവിക്കാനും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാനുമാണ് നമുക്കിഷ്ടം. പാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ് എന്നുള്ളൊരു ഇതാണ്. പക്ഷെ പാസ്റ്റ് ഇല്ലെങ്കിൽ പ്രസന്റും ഫ്യൂച്ചറും ഇല്ല എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇനി ഇവിടെ ഹിസ്റ്ററിയിലാണെങ്കിൽ ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് നോക്കൂ. മെജോറിറ്റി ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ ഇൻഡസ് സിവിലൈസേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, Indus civilization, how it provide inputs to modern urbanization. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ. ഒരു റിയാലിറ്റി എന്ന് വെച്ചാൽ GS ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിന്ന് കടമെടുത്തിട്ടുള്ളതാണ്, അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, how it laid a foundation to modern world. There are lots of questions. I would say that UPSC ആഗ്രഹിക്കുന്നത് നിങ്ങൾ പാസ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കൂ, അതിന് പ്രസന്റിലേക്ക് അപ്ലൈ ചെയ്യും.
അപ്പൊ നമുക്ക് ഒരിക്കലും പ്രസന്റിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് പാസ്റ്റ് പഠിക്കാൻ പറ്റില്ല. പാസ്റ്റ് ഇല്ലാണ്ട് പ്രസന്റിലേക്ക് നമുക്ക് ഒഴുകാനും ആവത്തില്ല. വാട്ട് ഐ ട്രൈ ടു സേ ഇസ് ദാറ്റ് ഈ ഒരു ബ്ലെൻഡ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പാസ്റ്റ് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു, അതിനെ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിസം ജൈനിസം ആയിക്കോട്ടെ, മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുഗൾ സബോൾട്ടൺ ഹിസ്റ്ററി, അഗ്രേറിയൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, എനിത്തിങ് ഹിസ്റ്ററി, കൊളോണിയലിസം, ഇമ്പീരിയലിസം ആയിക്കോട്ടെ, റിനൈൻസ് മൂവ്മെന്റ് ആയിക്കോട്ടെ, ഫ്രീഡം സ്ട്രഗിൾ ആയിക്കോട്ടെ, ഒബ്വിയസ്ലി അതിനൊക്കെ സെർട്ടൻ എലമെന്റ്സ് ഓഫ് പ്രസന്റ് കണക്ടിവിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ വേണ്ട അളവിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചിലര് ഹിസ്റ്ററിയിൽ എന്താ വെച്ചാല് ചാകര പോലെ ഹിസ്റ്റോറിയൻസിനെ ഇട്ട് അലക്കുന്ന ഒരു രീതിയുണ്ട്. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അക്കോർഡിംഗ് ടു റോമില താപ്പർ, സതീഷ് ചന്ദ്ര, ബിവൻ ചന്ദ്ര, അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല അതിനെ അപ്ലൈ ചെയ്യേണ്ടത്. ആക്ച്വലി കുറെ ഹിസ്റ്റോറിയൻസിന്റെ പേര് പഠിച്ചതുകൊണ്ടോ അവരുടെ കോഴ്സ് ബൈ ഹാർട്ട് പഠിച്ചതുകൊണ്ടോ നമുക്ക് ഒരിക്കലും ഇതിൽ ഗുണം ചെയ്യത്തില്ല. ഇൻഫാക്ട് നമ്മുടെ ആർഗ്യുമെന്റ്സിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനോ കൗണ്ടർ ആർഗ്യുമെന്റ്സിനെ ബലപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹിസ്റ്റോറിയോഗ്രാഫി ഉപയോഗം, അല്ലെങ്കിൽ പല ഹിസ്റ്റോറിയൻസിന്റെ നറേറ്റീവ്സിലൂടെ സഞ്ചരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പ്രസന്റ് എവിടെ വേണോ പ്രസന്റ് അവിടെ പ്രസന്റുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി സ്റ്റാറ്റിക് മാത്രമായിട്ട് ചിന്തിച്ചാലും തെറ്റൊന്നുമില്ല, സ്റ്റാറ്റിക് നല്ലതല്ലേ. ഞാൻ പറയുന്നത് വെച്ചാൽ ഒരുപാട് ബേർഡൻ ഇല്ല. മറ്റുള്ള പല ഓപ്ഷണൽ സബ്ജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് റിസർച്ച് ചെയ്തെങ്കിൽ നല്ലൊരു ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ അത്രത്തോളം ബേർഡൻ ഇല്ല. എക്സാമ്പിൾസും എവിഡൻസും ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രസന്റ് വേ ഫോർവേഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വേണ്ടി വരും. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് തോന്നുന്നു കുറേ കൂടി സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഹിസ്റ്ററി ഓപ്ഷൻ. ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഠിച്ചത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. മനസ്സിലായി. പഠിച്ചത് സ്റ്റാറ്റിക് ആണ്, അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതേ തീംസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ അഗൈൻ ഐ വുഡ് സേ ദാറ്റ് നമ്മുടെ ഈ പറയുന്ന GS1 ആയിക്കോട്ടെ, GS2 ഇപ്പൊ ഇന്റർനാഷണൽ റിലേഷൻസ് ഹിസ്റ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്, പോളിറ്റി ഗവർണൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി, എല്ലാത്തിനും ഹിസ്റ്ററിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇനി GS3 വരുമ്പോഴും GS4 വരുമ്പോഴും അഗൈൻ മോഡ്യൂൾസ് ആണ്. എക്സാമ്പിൾസ് കൊടുക്കണമെങ്കിൽ ഹിസ്റ്ററി വേണം. ഇനി എസ്ഐയിലേക്ക് വരുമ്പോൾ എത്തിക്സ്, ദെൻ എസ്ഐയിലേക്ക് വരുമ്പോൾ അവിടെ ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹിസ്റ്ററി ആൻഡ് കൾച്ചർ റിലേറ്റഡ് ടോപ്പിക്സ് ഉണ്ടാവും. ഇനി ഒരു 1200 വേർഡ്സിൽ ഒരു എസ്സേ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി ഡയമെൻഷൻ ടച്ച് ചെയ്യാണ്ട് പോകാനാവത്തില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എക്സാമ്പിൾസും കേസ് സ്റ്റഡീസ് എങ്കിലും ടച്ച് ചെയ്യാണ്ട് പോകാനാവത്തില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത്രത്തോളം ഓവർലാപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയാ സേഫർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് സബ്ജക്ട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഹിസ്റ്ററിക്ക്. സർ ഇപ്പോൾ ഹിസ്റ്ററിയുടെ എല്ലാ വശങ്ങളും ഒന്ന് കവർ ചെയ്ത് വന്നത് സാറേ, ട്രൂത്ത്ഫുള്ളി സാറേ ഒരു ബ്ലാങ്ക് സ്ലേറ്റിൽ വന്നൊരു കുട്ടിക്ക് ഈ ഒരു ഓപ്ഷനിൽ ഫീസിബിൾ ആണോ? കാരണം ഒരു ബേസിക് വായനയുള്ള ഒരു കുട്ടിക്ക് ആയിരിക്കില്ലേ ഇതിനൊരു എഡ്ജ് കിട്ടുക. ഒരു ബ്ലാങ്ക് സ്ലേറ്റിലുള്ള ഒരു കുട്ടിക്ക് ഇപ്പൊ സാറിന്റെ അടുത്ത് വരികയാണെങ്കിൽ സാർ എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കുക അങ്ങനെ ഒരു കുട്ടിക്ക് ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കാൻ? ഞാൻ എപ്പോഴും ഹിസ്റ്ററി മാത്രമല്ല എല്ലാ ഓപ്ഷൻസിന്റെ കേസിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ GSന്റെ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തു, ആൻസേഴ്സ് ഒക്കെ കുറെ എഴുതി, മെന്റർഷിപ്പ് ഒക്കെ എടുത്തു, നിങ്ങൾ ഹോസ്റ്റലിലോ റൂമിലോ വീട്ടിലോ പോയിരിക്കുന്നു, ഒന്ന് ചെറുതായിട്ട് ഒരു നാപ്പൊക്കെ എടുക്കുന്നു, വൈകുന്നേരം ഇരിക്കുന്നു, നിങ്ങളൊരു കോഫി ഒക്കെ കുടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വായിക്കാൻ പ്രണയം തോന്നുന്നതായിരിക്കണം നിങ്ങളുടെ ഓപ്ഷൻ. ഇതാണ് എന്റെ പോളിസി. ഏത് ഓപ്ഷനിലായിക്കോട്ടെ, ഹിസ്റ്ററി മാത്രമല്ല ഏത് ഓപ്ഷനിലാണെങ്കിലും ഒരു പർട്ടിക്കുലർ മെന്റർ പഠിപ്പിച്ചു വിട്ടതിന്റെ അപ്പുറം സ്വന്തമായിട്ട് വായിക്കാൻ താല്പര്യം തോന്നിക്കുന്ന, കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടാൻ താല്പര്യം തോന്നിക്കുന്ന ഒന്നായിരിക്കണം നിങ്ങളുടെ ഓപ്ഷണൽ എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ പറയുന്നു ഹിസ്റ്ററിയും ഈസ് ദ സെയിം വേ. കുറച്ച് വായിക്കണം, കുറച്ചധികം വായിക്കണം. എന്തായാലും നമുക്ക് വായിക്കാൻ അഡീഷണലി റീഡ് ചെയ്യാൻ എഫേർട്ട് ഇടാൻ താല്പര്യമുള്ളത് മാത്രമായിരിക്കും നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യാവുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് ഇടാൻ താല്പര്യമുള്ള, സെൽഫായിട്ട് നമുക്കൊന്ന് നടക്കാൻ താല്പര്യമുള്ള ഒരു പേപ്പർ ആയിരിക്കണം നമ്മുടെ ഓപ്ഷൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഐ വുഡ് സേ ദാറ്റ് ഹിസ്റ്ററി ഈസ് ഓക്കെ ഫോർ എവരിവൺ പ്രൊവൈഡഡ് യു ഹാവ് ഇൻട്രസ്റ്റ്. സ്പെസിഫൈ പ്രീ റിക്വസ്റ്റ് വേണോ? നെവർ, ബിക്കോസ് UPSC ഒരിക്കലും നമ്മളോട് പറയത്തില്ല ലൈക്ക് ഹിസ്റ്ററി ആണ് നിങ്ങളുടെ ഓപ്ഷനിൽ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ BA ഹിസ്റ്ററി അല്ലെങ്കിൽ MA ഹിസ്റ്ററിന്റെ സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ കാണിക്കുക, അങ്ങനത്തെ ഒരു സാധനമില്ല. ഹിസ്റ്ററിന്റെ ഒരു അഡ്വാൻറ്റേജും അത് തന്നെയാണ്. വെദർ യു ആർ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഓർ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഓർ നോൺ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട്സ്, ഇറ്റ് ഈസ് ഓക്കെ ഫോർ എവറി വൺ പ്രൊവൈഡഡ് ഇഫ് യു ഹാവ് ലവ് ഫോർ ദാറ്റ് സബ്ജക്ട്. നിങ്ങൾക്ക് ആൻഷ്യൻ ഹിസ്റ്ററിയും മിഡീവൽ ഹിസ്റ്ററിയും മോഡേൺ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ then obviously I would say that this can be chosen. And next thing is I would say that നല്ലൊരു ഗൈഡൻസ് വേണം. The navigation part is very important. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നിങ്ങൾ യൂട്യൂബ് വീഡിയോസും കുറേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്സും കുറേ ChatGPTയും കുറേ വെബ്സൈറ്റ് മെറ്റീരിയൽസും കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്ന അവസ്ഥയായിരിക്കും.
കൃത്യമായിട്ട് ഒരു ട്രാക്ക് ഇട്ട് തരാൻ ഒരു എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ മനസ്സിലായി. അല്ലെങ്കിൽ അങ്ങനത്തെ മെന്റേഴ്സ് ഉണ്ടെങ്കിൽ ഉം. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു ചുരുങ്ങിയ സമയം ഒരു 6 മാസത്തിനുള്ളിൽ ഭംഗിയായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാം. ഉം. പിന്നെ ഇഷ്ടംപോലെ സോഴ്സസ് അവൈലബിൾ ആണ്. അത് മനസ്സിലായി. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കണം വിനിയോഗിക്കണം എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ this is okay for anyone with or without backgrounds. No technical skill is needed or no expertise in a particular formula, theories, theorems, nothing is required. I think you require a mind. Yes, A you mind. require a free mind. Free mind to Yeah. learn and explore. Yes, അതാണ്. yes, yes, yes. സാർ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സാറിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റുഡന്റ് വരികയാണ് ആ. ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യോളജി, സാറിന്റെ ഒരു അപ്രോച്ച് എന്തായിരിക്കും? വാട്ട് വുഡ് ബി യുവർ USP? ഞാൻ സിമ്പിളി ആ കുട്ടിയോട് പറയുന്ന 1-2 കാര്യങ്ങളായിരിക്കും. ഒന്ന്, ലൈക്ക് യു ഷോർട്ട് ലിസ്റ്റ് യുവർ ഓപ്ഷണൽസ്. മേ ബി ഇത്രത്തോളം ഓപ്ഷനിൽ വളരെ സുലഭമായിട്ട് UPSC തന്നിട്ടുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്സ് പലതാവാം, സയൻസ്, നോൺ സയൻസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഷോർട്ട് ലിസ്റ്റ് യുവർ ഫേവറേറ്റ് ഓപ്ഷണൽസ്, ജസ്റ്റ് ലൈക്ക് യു ഷോർട്ട് ലിസ്റ്റ് യുവർ ഹോളിവുഡ് മൂവീസ് ഓർ വെബ് സീരീസ് എന്ന് പറയുന്ന പോലെ ഷോർട്ട് ലിസ്റ്റ് യുവർ ഓപ്ഷൻ. 4-5 ഉണ്ടാവും. then I would say that go through the syllabus. വളരെ സിമ്പിൾ, ആർക്കും വായിച്ചെടുക്കാവുന്ന വളരെ സിമ്പിൾ ഇംഗ്ലീഷിലാണ് അവർ ആ സിലബസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ അത് വായിക്കൂ. നിങ്ങൾക്കൊരു 70% ഓക്കെ ആണോ, സിലബസ് ഓക്കെ ആണോ എന്നുള്ളത് നോക്കും. ഇനി അതുപോലെ തന്നെ UPSCന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം PYQs കിടക്കുന്നുണ്ട്. ഇയർ ബൈ ഇയർ ആയിട്ട് നമുക്ക് PYQs കിട്ടും. ഒരു 3-4 വർഷത്തെ മിനിമം ഒരു 4 വർഷത്തെ PYQs ഒന്ന് ഡൗൺലോഡ് ചെയ്യും. ജസ്റ്റ് ഗോ ത്രൂ ദ PYQs. By analyzing PYQs and the syllabus, or just going through the syllabus and PYQs, you will get a picture whether it is your cup of tea or not. നിങ്ങൾക്ക് സ്വയം ബോധ്യം വരുന്നുണ്ട്. കാരണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് യുവർ ഇൻട്രസ്റ്റ് മാറ്റേഴ്സ്. നിങ്ങൾക്ക് അതിനോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഒരു ലൈഫ് പാർട്ണറെ ചൂസ് ചെയ്യുന്നത് പോലെയാണ്. ഈ ഒരു ജേർണിയിൽ നമ്മൾ ഓരോ 3 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് വിൽ ബാക്ക് ഫയർ. ഇത് കാരണം ഐ ഹാവ് സീൻ സോ മെനി പീപ്പിൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു 6 മാസം കഴിയുമ്പോൾ ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യുന്നു, 6 മാസം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുന്നു. കാരണം ഇത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. കാരണം ഇത് ബോറിംഗ് ആയിട്ട് തോന്നി അടുത്തേക്ക് അത് അതിനേക്കാളും വലിയ ട്രാപ്പ് ആയിരിക്കും. ദെൻ വേറൊരു സ്ഥലത്തേക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ വർഷങ്ങൾ പല ഓപ്ഷണൽസിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു ഒറ്റ ആളെ ചൂസ് ചെയ്യുക. what I say is that ഒരു സിംഗിൾ സബ്ജക്ട് ചൂസ് ചെയ്യുക. അത് ഇത്തിരി ആലോചിച്ച് സമയം കണ്ടെത്തി അതിനെക്കുറിച്ച് അതിന്റെ പ്ലസ് ആൻഡ് മൈനസ് ഒക്കെ കൃത്യമായിട്ടൊന്ന് ചിന്തിച്ച് പഠിച്ച്, അല്ലെങ്കിൽ മെന്റേഴ്സ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് യു കം ടു എ കൺക്ലൂഷൻ. അഗൈൻ ഐ വുഡ് സേ ദാറ്റ് ഒരു ടോപ്പർ പറഞ്ഞത് കൊണ്ടോ ഒരു മെന്റർ പറഞ്ഞത് കൊണ്ടോ നമ്മൾ ഡിസിഷൻ എടുക്കുക. കാരണം ആ മെന്റർക്ക് ആ സബ്ജക്ട് ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം, ഓക്കെ അല്ലായിരിക്കാം. ഇനി ആ ടോപ്പറിന് ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കാം, ഓക്കെ അല്ലായിരിക്കാം. ലിമിറ്റഡ് ഇൻഫർമേഷൻ ആയിരിക്കാം. സബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഐ വുഡ് സേ ദാറ്റ് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾ എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തോളൂ, മൾട്ടിപ്പിൾ ആൾക്കാരുടെ എടുത്തോളൂ. നിങ്ങൾ സ്വയം ചിന്തിക്കുക. ആ ഓപ്ഷന്റെ സിലബസും PYQസും അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റഡി ഡിമാൻഡ് ഒക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അക്കോർഡിംഗ്ലി യു ഹാവ് ടു ചൂസ് ആൻ ഓപ്ഷണൽ. ഞാൻ പറയുന്നത് UPSC ഹാസ് ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ് ടു, ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് ബോഡി ആൻഡ് നോ ബയസ്നെസ് അറ്റ് ഓൾ, ഗിവ്സ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ ഓപ്ഷണൽസ്. അഗെയിൻ ദർ ആർ ലോട്ട്സ് ഓഫ് എന്താ പറയാ ഈ പറയുന്ന സോക്കോൾഡ് കുറേ സോക്കോൾഡ് മിസ്കോൺസെപ്ഷൻസ് ആണ്. ഇത് സ്കോറിംഗ് ആണ്, അത് സ്കോറിംഗ് അല്ല, ഇത് സ്കോറിംഗ് ആണ്, അത് സ്കോറിംഗ് അല്ല. അത് ചിലപ്പോൾ ഒരു വർഷത്തെ റിസൾട്ടിൽ ടോപ്പ് 10 വരുന്ന ഓപ്ഷനെ വെച്ചിട്ടായിരിക്കും ആ വർഷത്തെ സ്കോറിംഗ് ഓപ്ഷണൽ മെന്റേഴ്സും അല്ലെങ്കിൽ ബാക്കിയുള്ള വെറ്ററൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ ഓപ്ഷനും ഒരേപോലെ ഈക്വലി പൊട്ടൻഷ്യൽ, ഹാവിംഗ് പൊട്ടൻഷ്യൽ എനഫ് ടു സ്കോർ 300+. ഇൻഫാക്ട് സോ മെനി റിസൾട്ട്സ് ഓൾറെഡി ഹാവ് പ്രൂവൺ ഇറ്റ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. ഏത് ഓപ്ഷനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പ്രൊവൈഡഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ GSന്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സസ് കഴിഞ്ഞ് വൈകുന്നേരം എണീറ്റ് ഇരുന്ന് ഒരു കോഫി കുടിച്ച് വായിക്കാൻ നേരത്ത് ഇതൊന്ന് വായിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ ഒന്ന് ചെയ്യാം എന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ ഓപ്ഷൻ. പിന്നെ ഓഫ് കോഴ്സ് നല്ല ഗൈഡൻസ് ഉണ്ടെങ്കിൽ, നല്ല സപ്പോർട്ട് മെക്കാനിസം ഉണ്ടെങ്കിൽ, നല്ല ക്ലാസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടെസ്റ്റ് മെന്റർഷിപ്സ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എ സേഫർ ഓപ്ഷൻ. വൺ മോർ തിങ്, അങ്ങനെ സ്റ്റുഡന്റ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു ടൈം ഫ്രെയിം, ഒരു ഐഡന്റിക്കൽ ടൈം ഫ്രെയിം? ഇപ്പൊ ചില മാത്സ് ഓപ്ഷനിൽ പോലെ ഞാൻ കേട്ടിട്ടുള്ളത് ടേക്സ് ടൈം ഡയഗ്നോസ് ചെയ്യാനുള്ള. സിമിലർലി ചില ഓപ്ഷൻസ് നമുക്കിപ്പോ ജിയോളജി പോലുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ സയന്റിഫിക് ആയിട്ട് 3-4 മാസത്തിനുള്ളിൽ ചെയ്യുന്നവരും ഉണ്ട്. ഒരു ഐഡന്റിക്കൽ ടൈം ഫ്രെയിം എന്തായിരിക്കും? അതായത് ഒരു ലെറ്റ്സ് അസ്യൂം ദാറ്റ് ആ കുട്ടി ഒരു ജൂൺ മാസത്തിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏതിന്റെ GSന്റെ. സോ വെൻ ഷുഡ് ഓർ ഷീ ബി സ്റ്റാർട്ടിംഗ് ദി ഓപ്ഷണൽ പ്രിപ്പറേഷൻ ആൻഡ് ആസ് എ ടീച്ചർ എപ്പോഴായിരിക്കും സാർ കമ്മിറ്റ് ചെയ്ത് എൻഡ് ചെയ്യാൻ? യെസ്, ഞാൻ ആക്ച്വലി നമ്മളിപ്പം എപ്പോഴും ഒരു ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് അയാളുടെ ഒരു ഈ പറയുന്ന എന്താ പറയുക ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിന്റെ മന്ത് ആണല്ലോ. ആ ഫസ്റ്റ് മന്ത് ഒരിക്കലും ഞാൻ ഒരു ഓപ്ഷനിൽ സജസ്റ്റ് ചെയ്യത്തില്ല. ഫസ്റ്റ് മന്ത് അയാൾ പിച്ച വെച്ച് തുടങ്ങട്ടെ. അയാൾക്ക് NCERT പഠിക്കാനുണ്ട്, ബേസിക്സ് ഒന്ന്, ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പോളിറ്റി, ഈ പറഞ്ഞ എല്ലാ കോർ സബ്ജക്ട്സിന്റെ ബേസിക്സ് ഒന്ന് ലെവലാക്കാനുണ്ട്.
പിന്നെ ഓറിയന്റേഷൻ ക്ലാസ്സസ് ഉണ്ട്. മെല്ലനെ ഒന്ന് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫ്ലൈറ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യണം. ഇത് മെല്ലനെ ട്രാവൽ ചെയ്ത് ഫ്ലൈ ചെയ്ത് തുടങ്ങണം. ഒന്ന് അയാൾ ഫ്ലൈ ചെയ്ത് ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം he or she has to start the optional. അപ്പൊ പ്രിഫറബിളി ഞാനിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈ ഒരു 4th or 5th ആയിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് വിൽ ഗോ അപ് ടു ഡിസംബർ എൻഡ്. അപ്പൊ നമ്മളൊരു ഐ വുഡ് സേ ദാറ്റ് ഒരു റിയലിസ്റ്റിക് ടൈം ഫ്രെയിം വർക്ക് പറയുകയാണെങ്കിൽ ഒരു 6 months നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ ഓപ്ഷനിൽ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പൊ അത് അതിനോട് ചോദിച്ച ഒരു കാര്യം കൂടി ചോദിച്ചു സാറേ, അപ്പം ഒരു സ്റ്റാൻഡേർഡ് ഒരു കുട്ടി എത്ര അവർ ആയിരിക്കും ഈ പറയുന്ന ഓപ്ഷണൽസിനൊക്കെ ഒന്ന് ഇത് ചെയ്യേണ്ടി വരുന്നത്, ഒന്ന് അക്കൗണ്ട് ചെയ്യേണ്ടി വരുന്നത്? കാരണം നമ്മളിത് ഞാൻ അത് ചോദിക്കാൻ കാരണം മിസ്കൺസെപ്ഷൻ ദാറ്റ് ഇസ് ലെങ്തി. സോ അതിനോട് ചേർത്ത് വെച്ചിട്ട് എത്ര നേരമായിരിക്കും ഒരു സ്റ്റുഡന്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരിക? കാരണം അതേ കുട്ടിക്ക് GS ഇതുകൊണ്ട് അതെങ്ങനെ അയാൾക്ക് GS ആയിട്ടൊന്ന് കോറിലേറ്റ് ചെയ്യാനും കൂടെ പറ്റും? കാരണം അവിടെ ആയിരിക്കും ലെങ്തി എന്നുള്ള സാധനത്തിന്റെ ഉത്തരം കിടക്കുന്നത്. എക്സാക്ട്ലി ഞാൻ എപ്പോഴും പറയുന്നത് ആക്ച്വലി നമ്മളിപ്പം ഓക്കെ ലെറ്റ് us take these starting with these സോഴ്സസ് അല്ലെങ്കിൽ ഇൻഡസ് സിവിലൈസേഷൻ ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്കൊരു ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ പഠിക്കാനായിട്ട് ഒരു 3 മണിക്കൂർ മാറ്റി വെക്കുക. ഡെയിലി യു സ്പെൻഡ് 3 hours. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ആഴ്ചയിൽ ചിലപ്പം ഒരു 3-4 സെഷൻസ് ആയിരിക്കും ഓപ്ഷനിൽ വരുന്നത്. അങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ പിക്ചർ. നമുക്കറിയാം ആൻഷ്യൻ ഇന്ത്യ എന്ന് പറയുന്നത് എത്ര മൊഡ്യൂൾസ് ആണ്, മിഡീവൽ ഇന്ത്യ എത്ര മൊഡ്യൂൾസ് ആണ്, മോഡേൺ ആൻഡ് വേൾഡ്. So very easily you can finish it off by December. I think അവിടെയാണ് ഗൈഡൻസ് എന്ന് പറഞ്ഞ ഫാക്ടർ ഇമ്പോർട്ടന്റ് ആവുന്നത്. എക്സാക്ട്ലി. അതിനോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അർബനൈസേഷനെ കുറിച്ച് പ്രിലിംസിലും മെയിൻസിലും GS ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സൊസൈറ്റി ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ജെൻഡർ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക് അല്ലെങ്കിൽ അതിന്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് അല്ലെങ്കിൽ റിലീജിയൻ കൾച്ചർ അല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ വിത്ത് കണ്ടംപററി സിവിലൈസേഷൻസ്, മെസോപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഓപ്ഷനിൽ പഠിക്കാനുള്ളത്. വി മസ്റ്റ് ഹാവ് എൻ ഐഡിയ ഇൻ ദ സിവിലൈസേഷൻ, അതിന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു റീച്ച് എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു, അതിന്റെ ഒരു അർബൻ ഗ്രോത്ത് എവിടം വരെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് കൾച്ചറൽ ഒരു കോൺട്രിബ്യൂഷൻസും അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ്, ചേഞ്ച്, കണ്ടിന്യൂറ്റി എലമെന്റ്സ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ കൾച്ചറൽ റിലീജിയസ് എൻവയോൺമെന്റൽ ഇന്റലക്ച്വൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും ഓപ്ഷണൽ. യു ഹൗ ടു ഫോക്കസ് ഓൺ ദിസ് എലമെന്റ്, ഇതിന്റെ ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ആർ ബിൽറ്റ് അറൌണ്ട് ദീസ് തിങ്സ്. ഒരു പരിധിവരെ ഈ എലമെന്റ്സ് ഒക്കെ നമുക്ക് ഈ പറയുന്ന പ്രിലിംസിനും ഈവൻ മെയിൻസ് GS1 ക്രൂഷ്യലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രിലിംസിൽ 21 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും പക്ക എന്താ പറയാ കുറച്ചും കൂടി ഡീപ്പർ ആയിട്ട് ഒന്ന് ഡൈവ് ചെയ്ത കുട്ടികൾക്ക് ആൻസറബിൾ ആണ്. പെരിഫറലി ഒന്ന് ടച്ച് ചെയ്ത് വിട്ടവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ സർഫസ് ലെവൽ ലേണിംഗും നോളജും ഹിസ്റ്ററിയിൽ ഇന്നത്തെ കാലത്ത് വില പോകത്തില്ല. പ്രിലിംസ് സ്കോർ ചെയ്യണോ, നിങ്ങൾക്ക് 21 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 16 to 18 ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യണോ, ഓഫ് കോഴ്സ് യു ഹാവ് ടു കുറച്ച് അനാലിറ്റിക്കൽ ആയിട്ട് ഡീപ്പർ ആയിട്ട് നിങ്ങൾ ഹിസ്റ്ററിനെ സമീപിക്കേണ്ടിയിരിക്കും. സോ ഐ തിങ്ക് ഒരു വീക്കിൽ അറൌണ്ട് ലൈക്ക് ഒരു 20 hours ഒക്കെ ആയിരിക്കും നമുക്ക് എന്ത് വേണ്ടി വെക്കാം, ഫെയർലി നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കാം. സർ ഓൾസോ മെൻഷൻ അബൌട്ട് ദ വേരിയസ് സോഴ്സസ്. ഒരുപാട് സോഴ്സസ് ക്ലട്ടേർഡ് ആയിട്ട് കിടക്കേണ്ടതാണ്. അപ്പൊ അതോട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരുപാട് ഹിസ്റ്റോറിയൻസ് ഒരു ഇവന്റിനെ പറ്റി തന്നെ പലതും പറയായിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ് ഒരു പറ്റി ഡീൽ ചെയ്യേണ്ടത്? സാറിന് ഇപ്പൊ ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് സാറിന് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം ഇതിനപ്പുറം പിന്നെ പോകണോ? ആക്ച്വലി അവിടെയാണ് ഇപ്പൊ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു എലമെന്റ് സത്യം പറഞ്ഞാല് ഓക്കെ നമുക്ക് ആർഗ്യുമെന്റ്സ് ഉണ്ട്, നമുക്ക് കൗണ്ടർ ആർഗ്യുമെന്റ്സ്. ഓക്കെ, പോസ്റ്റ് മൗര്യ ഈസ് എ ഡാർക്ക് ഏജ്, അല്ലെങ്കിൽ അശോകസ് ധമ്മ ഈസ് ആക്ച്വലി ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾ, അല്ലെങ്കിൽ ഇൻഡസ് സിവിലൈസേഷൻ ഡിക്ലൈൻ. Many say it's foreign invasions due to multiple factors. What is the actual factor? Or coming to Gupta age, actually it is golden age. Or imperial Cholas, whether actually they were imperial. Okay, when we come across lots of things, or maybe this ancient silk trade route, whether it actually boosted this prosperity of India, or what happened with that. Ashoka's invasions, Alexander's invasions. So many things when we study, we know that history is interpretation based on the scientific, findings, archaeological elements, its interpretations. Now coming to the fact that ഈ പല സംഭവങ്ങളും പഠിക്കുമ്പോൾ പലരുടെ ആംഗിളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതെന്തിനാന്ന് വെച്ചാൽ
ഹിസ്റ്ററിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് എക്സാമിനർക്ക് ബോധ്യം വരണം. മനസ്സിലായി. നമ്മൾ ഹിസ്റ്ററി ഇറ്റ്സ് ലൈക്ക് കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നമ്മൾ കുറെ ആൾക്കാരുടെ പേരറിയാമെന്നോ അവരുടെ കോഡ്സ് അറിയാമെന്നോ പ്രൂവ് ചെയ്യാനല്ല. യെസ്. ഹിസ്റ്ററിയിലെ സംഭവവികാസങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം നമുക്കുണ്ടെന്നും ഉം. നമുക്കതിലെ എക്സ്പെർട്ടൈസ് സ്റ്റാൻഡ് ഉണ്ടെന്നും ഉം. നമ്മൾ വി ഹാവ് ടു എൻഡ് ഓഫ് ദ ഡേ ഐ എം ടെല്ലിങ് യു ദേ ആർ ടെസ്റ്റിംഗ് യു വെദർ യു ആർ എ ഹിസ്റ്റോറിയൻ സ്റ്റഫ്. ഉം. നിങ്ങൾക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ? നിങ്ങൾ ഈ പല സംഭവങ്ങളെ പഠിക്കുമ്പോൾ പലരുടെ വ്യൂസിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു എക്സ്പേർട്ട് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ എൻഡഡ് കൺക്ലൂഷൻസ് ഉദ്ദേശിക്കുന്നത് അതാണ്. Okay. നമുക്ക് ഹിസ്റ്ററിന്റെ മാത്രം ഒരു പ്രശ്നം എന്താ വെച്ചാല് ഇങ്ങനെയാണ് എന്ന് സമർത്ഥിക്കാനാവില്ല. പറ്റില്ല. അത് ഇങ്ങനെയും ആവാം, അങ്ങനെയും ആവാം, അങ്ങനെയും ആവാം, ഇങ്ങനെയും ആവാം. ഉം. അപ്പൊ ഇവരിലൂടെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യണം. ഉം. എന്നിട്ട് നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ്ഡ് ഒരു 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 എന്താ പറയാ ഒരു ജഡ്ജ്മെന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ഉം. അപ്പൊ ഇതാണ് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പം ബിയോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു ട്രാവൽ എ ലോട്ട്. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ അത് അതിനൊരു ഒരു ഒരു ലൈക്ക് ഒരു ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ്. നമ്മൾ പോകേണ്ടത് എവിടം വരെ അല്ലെങ്കിൽ പോകേണ്ടാത്തത് എവിടം വരെ എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ഫെൻസിങ് ഉണ്ട്. ഉം. അത് ശരിക്കും സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്നത് ഈ പറയുന്ന Guidance. മെന്റേഴ്സിനെ. അത് they will tell you ആക്ച്വലി എന്താണ് എവിടം വരെ നിങ്ങൾ ട്രാവൽ ചെയ്യണം, എവിടം വരെ ട്രാവൽ ചെയ്യേണ്ട, എങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുള്ളത്. So friends, there was a long discussion regarding the different facets of history optional. Sir, ഒരുപാട് കാര്യങ്ങൾ അതിന്റെ നുക്ക് ആൻഡ് കോർണറിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് തന്നെ നീതട്ട സംസാരിച്ചു. Our batch is shortly starting in the first week of July. Please do contact us for any kind of details. You have any small queries, sir himself would handle all the queries. So that directly ഒരു മെന്റർ ആയിട്ട് അത് ഇന്ററാക്ട് ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ഒരു നുവാൻസും ഇതൊക്കെ കിട്ടുക. പുറത്തുനിന്നുള്ള നോയ്സ് ഒരുപാട് ഉണ്ടായിരിക്കും. നോയ്സ് കട്ട് ചെയ്ത് ക്ലാരിറ്റിയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു മെന്ററിന് ഡയറക്റ്റ് ആയിരിക്കും. So with that we'll close down. Thank you, sir. Thank you, Jasim sir. Okay, thank you. Gallant IAS, chasing your passion to ace.